സുഹൃത്തുക്കളെ പ്ലീസ് ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയരുത്. പ്ലീസ് ഒറ്റ മിനിറ്റ്. ഞാൻ ഫലസ്തീനിൽ പോയിട്ട് തുടർച്ചയായി 7 ദിവസം സഹായം ചെയ്തൊരു വ്യക്തിയാണ്. അവിടെ നിന്ന് സഹായിച്ച ആളാണ്. ഫലസ്തീനെയും സുഡാനെയും സഹായിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ സമയത്താണ് ഫലസ്തീനിലെ ജേർണലിസ്റ്റായ യൂസുഫ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അതിശക്തമായ മഴ പെയ്തിട്ട് അവരുറങ്ങുന്ന ടെൻറ്റും പാറപ്പെട്ട ഇടിഞ്ഞു വീണിട്ട് കുട്ടികളും സ്ത്രീകളൊക്കെ വെള്ളത്തിലാണ്. എന്തെങ്കിലും ചെയ്തു തരുമോ ചോദിച്ചു. നാട്ടിൽ തിരിച്ചെത്തിയ സമയത്ത് എൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് 50 ടെൻറ്റുകൾ ഞാൻ അപ്പം തന്നെ സ്പോൺസർ ചെയ്ത് ഒപ്പിച്ചു കൊടുത്തു. അതുപോലും മതിയായിട്ടില്ല. കാരണം അത്രയും ഫാമിലികൾ ദുരിതത്തിലാണ്. എന്തെങ്കിലും ചെയ്തു തരുമോ, ഈ റംസാനാകുമ്പത്തേനും എന്തെങ്കിലും ചെയ്തു തരുമോ എന്ന് വെച്ചിട്ട് വീണ്ടും എന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പിഞ്ചു മക്കള് നെഞ്ചത്തോട് ചേർത്തൊട്ടിച്ചിട്ട് ആ പോസ്റ്ററിൽ എഴുതിയിട്ടുള്ളത്, റഹിമാനെ പ്ലീസ് കം 1 day more, പ്ലീസ് ഹെൽപ്പ് അസ്, ഒന്നുകൂടി ഞങ്ങൾ വന്ന് സഹായിക്കുമോ എന്നാണ്. സുഹൃത്തുക്കളെ, എനിക്ക് പോകാൻ പറ്റിയൊരു സാഹചര്യമില്ല. ഞാൻ ഈ റമദാനിൽ മറ്റൊരു യാത്രയിലാണ്. എനിക്ക് ഡയറക്റ്റ് പോകാൻ പടച്ച റബ്ബ് ഒരു അവസരം പാട് ഒരുക്കി തന്നിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു. പക്ഷെ ആദ്യമേ ഫിക്സ് ചെയ്തൊരു യാത്രയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെയും കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ചെയ്തു കൊടുക്കുക. ഞാൻ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേക്ക് അവിടെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും 1 ഉറുപ്പ്യാണെങ്കിൽ 1 ഉറുപ്പി ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നിങ്ങൾ ചെയ്യണ ഏറ്റവും വലിയ സ്വതക്കായിരിക്കും, ഏറ്റവും വലിയ പുണ്യമുള്ള കർമ്മമായിരിക്കും. റമദാനിൽ പ്രവാചകങ്ങൾ പ്രത്യേകം എല്ലാ മുസ്ലിമായ മുഅ്മിനായ വ്യക്തികളോട് നിർദ്ദേശിച്ച കാര്യമാണ് പാവപ്പെട്ടവരെ സഹായിക്കുക. നിങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും ഇത്. ഞാൻ അവിടെ പോയി നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ്. ദയവ് ചെയ്തിട്ട് നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. നിങ്ങൾക്ക് ഒന്നിനും കഴിയൂലെങ്കിൽ ഒരു 5-6 ആൾക്കാർക്ക് കഴിയുന്ന ആൾക്കാരുണ്ടോ ഈ ലോകത്തിന്റെ പല ഭാഗത്തും ഇതെങ്ങനെ എത്തിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഒന്നിനും കഴിയൂലെങ്കിൽ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരും തട്ടിക്കളയരുത്. ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. റമദാനിലുള്ള അത്തായം, അതുപോലെ നോമ്പ് തുറ, അതുപോലെ ഒരുപാട് ഫാമിലികൾക്ക് ടെന്റുകളില്ല താമസിക്കാൻ, നല്ല രീതിയിൽ ഉറങ്ങാൻ. നമുക്കൊക്കെ ഉണ്ടായതുകൊണ്ട് വിഷമം എന്താണെന്ന് അറിയില്ല. ഞാനിത് പോയി കണ്ടൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കും. ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് നേരിട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഞാൻ മറ്റൊരു യാത്രയിലാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കുക. മറ്റുള്ളവർക്ക് മാക്സിമം നിങ്ങൾക്ക് എത്ര ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രയും. ആരൊക്കെ നിങ്ങൾ കാരണം ചെയ്തോ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കൊടുക്കും. നിങ്ങൾക്ക് സാമ്പത്തികമായി കഴിയുമെങ്കിൽ നിങ്ങൾ ഒരാളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അയാൾ നിങ്ങൾ കാരണം ചെയ്താൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്കും കിട്ടും. മിസ്ലിന്റെ സവാബ് എന്ന് പറയും, തത്തുല്യ പ്രതിഫലം. അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാ കളക്ഷനും കൂട്ടിയിട്ട് റമദാൻ 1 എന്നാണോ അതിന്റെ പിറ്റേ ദിവസം ഈ പൈസ മുഴുവൻ അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിൻ്റെ വീഡിയോസ്, ഫോട്ടോസ് എല്ലാം എൻ്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ ഈ കൊടുത്ത അക്കൗണ്ട് നമ്പറിലും ഗൂഗിൾ പേ നമ്പറിലൊന്നും ഫണ്ട് പോകുന്നില്ലെങ്കിൽ ഞാനിവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും ഇൻഫോർമേഷൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൽ മതി. ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്ന സ്വതക്കകളും നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. ഫലസ്തീൻ്റെയും നമ്മുടെയും എല്ലാ കാര്യങ്ങളും അള്ളാഹു റാഹത്തായി തരട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. Come Rahmani, we want help from you. Please come to us.